ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു പാപ്പ്. യെസ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ അതായത് CUT കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് നടത്തുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ സിലബസാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഡിഫറെൻ്റ് ആയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടേതായിട്ടുള്ള കോഴ്സുമായി റിലേറ്റഡ്, ചിലത് അവിടെ UG റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ വരാൻ പോകുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട സിലബസുകളൊക്കെ ആയിരിക്കാം. പല രീതിയിലുള്ള സിലബസുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഓർ NFSU. NFSU വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ, ലോകത്ത് തന്നെ വളരെ റെയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ഫോറൻസിക് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ബിഹേവിയർ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിനും ഒക്കെ നമ്മൾ പല കോഴ്സ് മറ്റേ യൂണിവേഴ്സിറ്റി കാണാറുണ്ട്. പക്ഷേ ഒരു ഫോറൻസിക് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് NFSU എന്നുള്ളത്. ഓക്കെ, ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് NFSU ഉള്ളത്. ദെൻ അവരുടെ ഓഫ് ക്യാമ്പസുകൾ ഡൽഹിയിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ദെൻ അവിടെ പല കോഴ്സുകൾ സൈക്കോളജി സ്റ്റുഡൻറ്റ് നിലയ്ക്ക് അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു എൻട്രൻസ് ചെയ്തിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 3 രീതിയിലുള്ള സൈക്കോളജി കോഴ്സുകളാണ്. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള 3 സൈക്കോളജി കോഴ്സുകൾ. ഒന്നാമതാണ് എല്ലാവരും പറയുന്നത് പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് ക്ലിനിക്കൽ പഠിക്കണം, ദെൻ എനിക്ക് PG തന്നെ ക്ലിനിക്കൽ പഠിക്കണം എന്നൊക്കെ പറയുന്നവർക്കുള്ള ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് MSc ക്ലിനിക്കൽ സൈക്കോളജി. അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള സൈക്കോളജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSc ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്ത് പറയാം, NFSU ചെയ്യാം. അതുപോലെ തന്നെ MSc ന്യൂറോ സൈക്കോളജി, ഇന്ത്യയിൽ തന്നെ വളരെ റെയർ ആയിട്ട് കാണുന്ന ചില കോഴ്സുകളാണ് MSc ന്യൂറോ സൈക്കോളജി. അതും കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ NFSUവിനാണ്. ദെൻ MSc ഫോറൻസിക് സൈക്കോളജി, യെസ്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള, കാണാനും കേൾക്കാനും പറയാനും ഒക്കെ ഫോറൻസിക് ഏറ്റവും രസകരമായിട്ടുള്ള കോഴ്സുകൾ. രസകരം മീൻസ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഈ സൈക്കോളജിക്കകത്ത് ഫോറൻസിക് സൈക്കോളജി ഇന്നും കുറച്ച് കാലങ്ങളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയൊരു എമേർജിങ് ബ്രാഞ്ചാണ് ഫോറൻസിക് സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, ഈ 3 കോഴ്സുകൾ ഒരുമിച്ച് കൊടുക്കുന്ന ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഫോറൻസിക് NFSU എന്ന് പറയുന്നത്. ഓക്കെ, ഈ NFSU പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മുതൽ ഈ പറയുന്ന 3 കോഴ്സുകൾക്കും 3 കോഴ്സുകൾക്കും ഒരൊറ്റ എക്സാമാണ്. ഓക്കെ, ഒറ്റ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച്, നമ്മുടെ മാർക്കിനനുസരിച്ച് നമുക്ക് പറയുന്നു ഈ പറയുന്ന 3 കോഴ്സുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോട്ട് ചെയ്യാൻ പറ്റും. മുൻ വർഷങ്ങളിലൊക്കെ 2-3 എക്സാമുകളൊക്കെ ആയിട്ടായിരുന്നു മാറ്റുന്നതിന് ശേഷം കഴിഞ്ഞ വർഷം മുതൽ എന്തായിരുന്നു, ഒരൊറ്റ എക്സാമിനിടയിൽ എഴുതി കഴിഞ്ഞാൽ എല്ലാ കോഴ്സിലേക്കും നമ്മുടെ മാർക്കിനനുസരിച്ച് നമുക്ക് അലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. യെസ്, ഇങ്ങനെ ആയിരിക്കും. NFAT ആണ് അവിടെ എക്സാം ആയിട്ട് ഇപ്പോഴും NTA എൻ്റെ രീതിയിൽ തന്നെ NFAT ആണ് ഇപ്പോഴും, CUT അല്ല, NTA NFAT ആണ് ഇപ്പോൾ വർഷവും എന്ത് നടത്തുന്നത്, നമ്മുടെ NFSUയുടെ എക്സാം നടത്തുന്നത്. ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, അതായത് CBT എക്സാം ആയിരിക്കും, OMR ആയിരിക്കില്ല. ദെൻ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓർത്തൊക്കെ ജസ്റ്റ് പറഞ്ഞു പോവാണ്, 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 1 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ എന്തുണ്ടായിരിക്കും, 1 മാർക്ക് എന്ത് ചെയ്യും, ഏറ്റവും ശ്രദ്ധിക്കണം, ഫോർ ഈച്ച് കറക്റ്റ് റെസ്പോൺസ് കാൻഡിഡേറ്റ് വിൽ ഗെറ്റ് 1 മാർക്ക്, ഫോർ ഈച്ച് ഇൻകറക്റ്റ് റെസ്പോൺസസ് ദെൻ 0.25. അതായത് നമ്മുടെ പൊതുവേ സ്റ്റേറ്റ് ജാമ്യക്കും അലിഗഡിനൊക്കെ ഉള്ള പോലുള്ള സെയിം ആയിട്ടുള്ള ഒരു മാർക്കിംഗ് മെക്കാനിസം തന്നെയാണ് NFSUവിന് ഉണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ഇത് CBT ആയിരിക്കും, മറ്റു രണ്ടും OMR ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, NFSUവിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സിലബസ് ആണ്. ഓക്കെ, സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് CUTൻ്റെ വലിയ സിലബസ് കണ്ടു, ദെൻ ജാമ്യയുടേതും അലിഗഡ് പോലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസുകൾ കണ്ടു, ദെൻ മറ്റു യൂണിവേഴ്സിറ്റികൾക്ക് സിലബസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് NFAT പറയുന്ന, അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ NFSU പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിലബസ് ഇങ്ങനെയാണ്. സിമ്പിളായിട്ടാണ് പറയുന്നത്, ആകെയുള്ള 100 ക്വസ്റ്റ്യനകത്തുനിന്ന് 50% ക്വസ്റ്റ്യൻസ് നമ്മൾ ജനറൽ സൈക്കോളജി പാടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബാക്കിയുള്ളത് 25% റിസർച്ച് മെത്തഡോളജി എന്നും ബാക്കി 25 സ്റ്റാറ്റ് എന്നും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 50% ജനറൽ സൈക്കോളജി എന്നും ദെൻ ബാക്കി 50% റിസർച്ച് ആൻഡ് സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ പൊതുവേ പലർക്കും ടഫാണ് എന്ന് വിചാരിക്കുന്ന ചാപ്റ്ററിനകത്തുന്നതായിരിക്കും 50 മാർക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഇങ്ങനെ മാത്രമേ സിലബസ് പറയുന്നുള്ളത് എങ്കിലും നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ജനറൽ സൈക്കോളജിയിൽ അവർ എന്തൊക്കെ വരുമെന്ന് കൂടി അവർ ജസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചെറിയൊരു എന്താ പറയുക, ഒരു സാധനം ഉണ്ട്, എന്താണെന്ന് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നു ജനറൽ സൈക്കോളജിയാണ് 50%, അതിനകത്ത് പറയുന്നു ലേണിംഗ് പറയുന്നു, മെമ്മറി പറയുന്നു, ഇമോഷൻ പറയുന്നു, മോട്ടിവേഷൻ പറയുന്നു, ഫ്രൂയിഡയും പേഴ്സണാലിറ്റി തിയറീസ് പറയുന്നു, ഗ്രൂപ്പ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഗ്രൂപ്പ് ആൻഡ് ആറ്റിറ്റ്യൂഡ് പറയുന്നു, ഡിപ്രഷൻ പറയുന്നു, സ്കീസോഫ്രീനിയ പറയുന്നു, പെർസെപ്ഷൻ സെൻസേഷൻ പറയുന്നു, നെർവസ് സിസ്റ്റം ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇതെന്ത് ജനറൽ സൈക്കോളജി എന്ന സംശയം തോന്നുന്നുണ്ടായിരിക്കും. യെസ്, ജനറൽ സൈക്കോളജി മാത്രമല്ല, അതിൻ്റെ കൂടെ ഗ്രൂപ്പ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ OB റിലേറ്റഡ് ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം.
ദെൻ അബ്നോർമലിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഡിപ്രഷൻ ആൻഡ് സ്കീസോഫ്രീനിയ ആൻഡ് അബ്നോർമൽ സൈക്കോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ നെർവസ് സിസ്റ്റം ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന ഭാഗത്ത് നിന്ന് എന്ത് വരുന്നുണ്ട്, അതായത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിനകത്തുനിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരും. കാരണം എന്താ വെച്ചാൽ ന്യൂറോ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജനറൽ സൈക്കോളജി എന്ന് പറയുന്ന ഒറ്റയടിക്ക് പറയുന്ന ടേം മാത്രമല്ല, ഈ പറയുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാം. ദെൻ പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ലേണിംഗ്, മെമ്മറി, ഇമോഷൻ, മോട്ടിവേഷൻ, ലേണിംഗ് മെമ്മറി പോലുള്ള കൊഗ്നിറ്റീവ് പാർട്ടൊന്നും, ദെൻ ഇമോഷൻ, മോട്ടിവേഷൻ എന്ന ബേസിക് ആയിട്ടുള്ള സൈക്കോളജി, അതും കൊഗ്നിറ്റീവിൻ്റെ പല ഭാഗങ്ങളായിട്ട് വരുന്നത്, കൊഗ്നിറ്റീവ് സൈക്കോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻ, മോട്ടിവേഷൻ ഭാഗങ്ങളും. ദെൻ പേഴ്സണാലിറ്റി ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പേഴ്സണാലിറ്റി എന്നും. ദെൻ ഡിപ്രഷൻ, സ്കീസോ, ദെൻ പെർസെപ്ഷൻ ആൻഡ് സെൻസേഷൻ, പെർസെപ്ഷൻ, അറ്റൻഷൻ എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും വരും. അതുകൊണ്ട് തന്നെ കേവലം ഒരു ജനറൽ സൈക്കോളജി, നമ്മളൊരു സോക്കോളജി ജനറൽ സൈക്കോളജിക്ക് അകത്തുനിന്നുള്ള മാത്രമല്ല, പൊതുവേ സൈക്കോളജിക്ക് വരുന്ന അപ്ലൈഡ് പേപ്പറിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ സൈക്കോളജി പേപ്പറിൽ നിന്നും എന്ത് വരാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ഒന്നാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന NFSU അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ ഔട്ട് ചെയ്യാറില്ല, പബ്ലിക്കലി ഔട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളത് കൂടി നമുക്കൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഇനിയും അവർ സ്പെസിഫിക് ആയിട്ട് സിലബസ് പറയുന്നുണ്ട്, സിലബസിനത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. CUT നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയകളും അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ MSc ക്ലിനിക്കൽ സൈക്കോളജിക്കോ ഫോറൻസിക്കോ അല്ലെങ്കിൽ ന്യൂറോക്കോ വേണ്ടി സെപ്പറേറ്റ് ആയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ സിലബസ് പഠിച്ചാൽ മതിയാവും എന്നുള്ളതാണ്. ഇതാണ് ജനറൽ സൈക്കോളജിക്കകത്ത് പറയുന്നത്. ദെൻ റിസർച്ച് മെത്തഡോളജി. മെത്തഡോളജി വലിയൊരു ഭാഗമാണ്. ആകെയുള്ള ക്വസ്റ്റ്യൻ 25%. 25% എന്ന് പറയുമ്പോൾ 25 മാർക്കും ഈ ഇവിടുന്ന് വരുന്നുണ്ടായിരിക്കാം നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്നാണ്. അതേപോലെ പറയുന്നത് സിമ്പിളായിട്ട് ചില ഭാഗങ്ങളാണ്. ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, നമുക്കറിയാം നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ പോലുള്ള ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ സാമ്പിളിംഗ്, പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് കാര്യം പോലെ സാധനങ്ങളും. ദെൻ ഡാറ്റ കളക്ഷൻസുമായി ബന്ധപ്പെട്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്. ദെൻ റിസർച്ച് ഡിസൈനുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈനെ കുറിച്ച് പഠിക്കുന്ന റിസർച്ച് സാമ്പിൾ ഡിസൈനിങ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും. ദെൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പിള്ളേർ, ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന എക്സാം എഴുതി ഇറങ്ങുന്ന പിള്ളേർ പറയുന്നുണ്ട് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ എന്ന് അത്യാവശ്യം എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. 1-2 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ടെന്നുള്ളത്. ദെൻ വേരിയബിൾസ് ആൻഡ് ഹൈപ്പോത്തസിസ് ബേസിക് ആയിട്ടുള്ള കാര്യം ചോദിക്കാറുണ്ട്. ദെൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയ എന്നെല്ലാം തന്നെ റിസർച്ചിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഇതെല്ലാം തന്നെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില ക്വസ്റ്റ്യൻസും, അതായത് റിസർച്ച് പ്രോബ്ലംസും ദെൻ റിസർച്ചിൻ്റെ എത്തിക്സ് റിലേറ്റഡ് സാധനങ്ങളും പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ അടുത്തൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ട് 3 കാര്യങ്ങൾ പറയുന്നത്. കോറിലേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കോറിലേഷൻ ആൻഡ് ടി ടെസ്റ്റ്, ടെസ്റ്റിനെ കുറിച്ച് ഈ പാരാമെട്രിക് നോ പാരാമെട്രിക് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ടി ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ മീൻ, മീഡിയം, മോഡ് അടക്കമുള്ള എന്ത് വരുന്നുണ്ട്, ഈ സെൻട്രൽ ടെൻഡൻസിനെ കുറിച്ച് അല്ലേ, സെൻട്രൽ ടെൻഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാല്യൂസ്, ക്വാർട്ടൽ ഡീവിയേഷൻ അടക്കമുള്ള ഈ പറയുന്ന മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ദെൻ സാധ്യതയല്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ എസ്ക്യൂനസിന് കേട്ടോയിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നോർമൽ പ്രോബിലിറ്റി കർവ്, NPs അല്ലേ, നോർമൽ പ്രോബിലിറ്റി കർവിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ നല്ല പോലെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. അപ്പോൾ പറയുകയാണെങ്കിൽ പാരാമെട്രിക് നോൺ പാരാമെട്രിക് സ്പെസിഫിക്കലി പറയുന്നില്ല എങ്കിൽ കൂടിയും ടി ടെസ്റ്റിനും കോറിലേഷനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ ടെസ്റ്റ് എന്നുള്ള ഈ പാരാമെട്രിക് നോൺ പാരാമെട്രിക് അല്ലേ, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസിനെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട നോർമൽ പ്രോബിലിറ്റി കർവിനകത്തും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ. എനിവേ ഇത്രയും കാര്യങ്ങളായിരിക്കും, ഇത്രയും ഏരിയകളായിരിക്കും പൊതുവെ NFSUവിനകത്ത് നടക്കുന്നുണ്ടായിരിക്കാം. NFSUവിൻ്റെ എക്സാം ഈ പറയുന്ന ജൂൺ മാസം അപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വരുന്ന ജൂൺ 15-16 ദിവസങ്ങളിലായിരിക്കും എക്സാം നടക്കുന്നതായിട്ട് പറയുന്നത്. മീൻസ് ഡേറ്റ് അവർ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ പറയുള്ളൂ. ദെൻ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ വെബ്സൈറ്റിന് അവൈലബിൾ ആണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ വെച്ചാൽ അവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലെല്ലാം തന്നെ എന്തുണ്ട്, ഈ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം തന്നെ സെൻറ്ററുകളുണ്ട്. കേരളത്തിലാണ് പഠിക്കുന്നവർക്കാണെങ്കിൽ, കേരളത്തിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് തിരുവനന്തപുരത്ത് എന്തുണ്ടായിരിക്കും, സെൻറ്റർ ഉണ്ടായിരിക്കും. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ തിരുവനന്തപുരം സെൻറ്റർ ഉണ്ടായിരിക്കും. ദെൻ ഓർത്ത് വെക്കുക, 100 ക്വസ്റ്റ്യനിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ജനറൽ സൈക്കോളജി നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് എങ്ങനെ ചോദിക്കുക എന്നുള്ളത്, ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ 25 റിസർച്ച് മെത്തഡോളജി, ദെൻ 25
സ്റ്റാറ്റിസ്റ്റിക്കൽ സൈക്കോളജി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. സിലബസിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി വെക്കുക, ദെൻ സിലബസിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുക. മീൻസ് സ്പെസിഫിക് ആയിട്ട് ബാക്കിയുള്ള 3 കോഴ്സുകൾ ഡിഫറൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അതിൻ്റെ സിലബസിൻ്റെ പുറത്തുള്ള കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് NFSU എക്സാമിൽ NFSUവിനെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് പഠിക്കണം, അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജി പഠിക്കണം, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി NFSU പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എൻട്രൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, എൻട്രൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് NFSUമായി ബന്ധപ്പെട്ട് പറയാൻ. നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണുന്നവരെ